ഹായ് എവരിവൺ, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ചെസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ചെസ്റ്റ് ഫോക്കസ്ഡ് ആയുള്ള പുഷ് ടൈം. ഓക്കെ, ഇതിൽ ട്രൈസെപ്സ് ഉണ്ട്, ഷോൾഡേഴ്സും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായത് ഷോൾഡർ ഫോക്കസ്ഡ് ആയിട്ടുള്ള പുഷ് ടൈം ആണ്. അപ്പോൾ ഇന്ന് വരുന്നത് ചെസ്റ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പുഷ് ടൈം. അപ്പോൾ ആരെങ്കിലും എൻ്റെ വർക്കൗട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാം. പുഷ് രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഷോൾഡേഴ്സ് ഫോക്കസ്ഡ് ആയിട്ടുള്ളതും ചെസ്റ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പുഷ് ടൈം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വർക്കൗട്ട് ഇങ്ങനെ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജിമ്മിലിപ്പോൾ കറൻ്റ് ആരുമില്ല, ഫുൾ കാലിയാണ്. ഞാൻ താഴെ കാർഡിയോ സെഷനാണുള്ളത്, അതുകൊണ്ട് അവിടെ അത്യാവശ്യം കാർഡിയോ ചെയ്യുന്നവർ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ഏരിയ കംപ്ലീറ്റ്ലി ഫ്രീ. സോ അതാണ് കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെസ്റ്റിന് ഇൻക്ലൈൻ സ്മിത്ത് മെഷീൻ പ്രസ്സാണ് ചെയ്യുന്നത്. ഞാൻ കുറേ കാലമായിട്ട് ഫ്രീ ബാർ മൂവ്മെൻറ്റ്സ് ഒഴിവാക്കിയിട്ടുള്ള, എന്താ അറിയില്ല, എനിക്ക് ലെഫ്റ്റ് ഹാൻഡിന് ഷോൾഡർ പെയിൻ വന്നതിന് ശേഷം എനിക്കെന്താ ഫ്രീ വെയിറ്റ് പ്രസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഒന്ന് മടിയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് സ്മിത്തിൽ പ്രസ് അടിക്കും. ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് സ്മിത്തിൽ ചെയ്യും. പിന്നെ ബാക്കിയെല്ലാം ഇവിടെ മെഷീൻസ് ഉണ്ട്, 2-3 ക്യാബിൾ ഫ്ലൈസും ബാക്ക്ഡക്കും പിന്നെ സീറ്റർ പ്രസ്സും അങ്ങനെയൊക്കെ മെഷീൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെസ്റ്റ് വർക്കൗട്ട് നമുക്ക് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വർക്കൗട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വീഡിയോ കാണുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മെയിൻലി കമൻറ്റ് ചെയ്യുക, അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കമൻറ്റ്സ് മെയിനായിട്ട് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനായിരിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അത് കുറച്ചും കൂടെ ആവശ്യക്കാരിലേക്ക് എത്തും വീഡിയോ. സോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ എൻ്റെ കറൻ്റ്ലി പ്ലാൻ പ്രകാരമുള്ള, അതായത് എൻ്റെ ബൾക്കിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഫെബ്രുവരി മിഡോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് എൻ്റെ ഡയറ്റ്, സപ്ലിമെൻറ്റ്സ് എല്ലാം ഞാൻ തുറന്ന് കാണിക്കും. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു റോ ആയിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല മംഗളത്തിൽ ആരെങ്കിലും പ്യുവറായിട്ടുള്ള ഒരു ബൾക്കിംഗ് ഫേസ് കാണിച്ചിട്ടുണ്ട് എന്ന്. മാക്സിമം ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ബൾക്കിംഗ് ഫേസ് ചെയ്യാൻ കാരണം തന്നെ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ അടുത്ത 26 വരുന്ന ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അത് ഇപ്പോൾ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു അസോസിയേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിരിക്കില്ല. എൻ്റെ ഗോൾ എപ്പോഴാണോ ഫിനിഷ് ആകുന്നത് അപ്പോൾ ഏതോ കോമ്പറ്റീഷൻ വരുന്നത് അത് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വർക്കൗട്ട്. ചെസ്റ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പുഷ് ടൈം ഇന്നത്തെ വർക്കൗട്ട് ചെയ്യുന്നത്. ഇൻക്ലൈൻ ബെഞ്ച് പ്രസ്. ഓക്കെ, അതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 4 സെറ്റ് വെച്ചിട്ട് ഇതുണ്ടാവും. പിന്നെ പെക്ടക്ക് ഒരു 3 സെറ്റ്, സീറ്റപ്പ് പ്രസ് ഒരു 4 സെറ്റ്, പിന്നെ ഏതെങ്കിലും ഒരു വർക്കൗട്ടും കൂടെ ആഡ് ചെയ്യാൻ എനിക്ക് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, അതൊരു ക്യാബിൾ മൂവ്മെൻറ്റ് ആവാൻ ചാൻസ് ഉണ്ടാവുക. കംഫർട്ടൊക്കെ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ദ വർക്കൗട്ട്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. 10 kg വെച്ചിട്ട് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, 10 ഈച്ച് സൈഡ്. അപ്പോൾ ഇതൊരു വാമപ്പ് സെറ്റായിട്ട് കൺസിഡറേറ്റ് 3 more സെറ്റ്സ് ബാലൻസ്. മുമ്പ് എൻ്റെ ചെസ്റ്റ് മസിൽ ഭയങ്കര വീക്കറായിരുന്നു. വീക്ക് മീൻസ് അപ്പർ ചെസ്റ്റ് ഭയങ്കരമായിട്ട് വീക്കാണ്. എൻ്റെ മുന്നത്തെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ തിരിയും നിങ്ങൾക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് അല്ലേ. ഇപ്പോൾ എൽബോൻ്റെ പൊസിഷനും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെസ്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ സപ്പോർട്ടീവ് മസിൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റ് മാക്സിമം ജ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ സ്മിത്ത് മെഷീന്. ഓരോ വർക്കൗട്ടിനും ഓരോ അഡ്വാൻറ്റേജസ് ഉണ്ടാവും, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടാവും. സോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് പ്യുവർ ബോഡി ബിൽഡിങ് അല്ലെ ബോഡി ബിൽഡ് ചെയ്യാനാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കുറച്ച് ഇറച്ചി ഉണ്ടാക്കണം അത്ര തന്നെ. അപ്പോൾ ഫസ്റ്റ് സെറ്റ് അല്ലേ ഇത്? ഫസ്റ്റ് സെറ്റ്. Three.
8. വെയിറ്റ് ആഡ് ചെയ്യാം, ഒരു 10 കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് 15, 25 ഈച്ച്, അത്രയേ ഉള്ളൂ. വെയിറ്റ് പോകും. ഗൈസ്, അപ്പോൾ ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്നത് കാബിൾ ക്രോസോവറാണ്. അത് ലോവർ ചെസ്റ്റിന് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്രോസോവറിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും, പല ഡയറക്ഷനിൽ അടിക്കുന്നതനുസരിച്ചിട്ട് ചെസ്റ്റിന് പല ഭാഗത്തേക്ക് കുറച്ച് എക്സ്ട്രാ ഫോക്കസ് കിട്ടും, അത്രേ ഡിഫറൻസ് ഉള്ളൂ. പിന്നെ ഇതൊക്കെ കാണുന്ന ജനറലായിട്ട് ഫിറ്റ്നസ് ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ജസ്റ്റ് ഫ്ലൈ മൂവ്മെൻറ്റ് സ്ട്രെയിറ്റ് ധാരാളമായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, പണ്ട് ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ പോയ സമയത്ത്, അതായത് 6-7 വർഷം ഉണ്ടാവും. അപ്പോൾ അവിടെ പോയ സമയത്ത് ചെസ്റ്റിൻ്റെ വർക്കൗട്ട് എന്താ വെച്ചാൽ ഒരു ഇൻക്ലൈൻ മൂവ്മെൻറ്റ്, ഒരു ഡിക്ലൈൻ മൂവ്മെൻറ്റ്, പിന്നെ ഫ്ലാറ്റ് മൂവ്മെൻറ്റ്, ഈ എല്ലാ മൂവ്മെൻറ്റിൻ്റെയും ഫ്ലൈസ് എക്സ്ട്രാ, ശേഷം പെക്ടക്ക്, കാബിൾ ക്രോസ് ഓവർ, അങ്ങനെ ഒരു പടവണ്ടാര വർക്കൗട്ട്സ് ഒരു ദിവസം തന്നെ ഒരു സിംഗിൾ മസിലിന് കൊടുത്തുകൊണ്ടിരിക്കും. ഇതെല്ലാം വർക്കിംഗ് സെറ്റൊന്നും ആയിരിക്കത്തൊന്നുമില്ല, ഒരു ഐഡിയ ഉണ്ടാവില്ല, ചുമ്മാ വെയിറ്റ് ഇടുന്ന അടിക്കുന്ന പോകുന്നു, ആ ഒരു ഇത് മാത്രം. എന്നാലും ഒരു ബിഗിനറായ സ്ഥിതിക്ക് എനിക്ക് അത്യാവശ്യം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, അത് സ്വാഭാവികം. ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാൾക്ക് ഇതുവരെ കിട്ടാത്ത മസിൽസിന് അത്രയും ഫോക്കസ് കിട്ടിക്കൊണ്ടുള്ള ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ നോർമലാണ്, അത് കിട്ടും. പക്ഷെ അത് മാക്സിമം ആണെന്നൊന്നും അതിൻ്റെ അർത്ഥമല്ല. നിങ്ങൾ ചെയ്യുന്നതിന് ഒരു റിസൾട്ട് അവിടെ കാണും. അതുപോലെ എനിക്കൊരു റിസൾട്ട് കിട്ടീന്. അപ്പോൾ പക്ഷേ ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ സമയത്ത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഞാൻ നോളജുള്ള ഒരാളെടുത്ത് വർക്കൗട്ട് ചെയ്യുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ സോഷ്യൽ മീഡിയ ഒക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആയിരുന്നെങ്കിൽ എനിക്ക് അതിലേക്കാളും ബെറ്ററായിട്ടുള്ള ഫിസിക് ആ സമയത്ത് ഉണ്ടാകുമായിരുന്നു. ഗൈസ്, അപ്പോൾ ലാസ്റ്റ് വർക്കൗട്ട് ചെസ്റ്റിൻ്റെ ഈ ഒരു സിറ്റ് പ്രസ് മൂവ്മെൻറ്റ് മിഷൻ, ഇതും കൂടെ കഴിഞ്ഞാൽ ചെസ്റ്റ് ഫിനിഷ്. നമുക്കിനി ഷോൾഡർ ചെയ്യാനുണ്ട്, പിന്നെ ട്രൈസെപ്സ്. സിമ്പിൾ, വേഗം കഴിയും വർക്കൗട്ട്. ഓക്കെ, ചെസ്റ്റിന് വർക്കൗട്ട് ഫിനിഷായി. ഇനിയിപ്പോൾ നമുക്ക് ഷോൾഡേഴ്സിൻ്റെ ലാറ്റർ റൈസ്, ഒരേ ഒരു ഷോൾഡർ മൂവ്മെൻറ്റ് ഇത് ചെയ്യാം. ക്യാബിൾസിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു 3 സെറ്റ്സ് അത്രയേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഇൻറ്റൻസ് ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, വർക്കൗട്ടിലേക്ക് പോകും.
ഗൈസ് അങ്ങനെ വർക്കൗട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ചെസ്റ്റ്, ഷോൾഡർ, ട്രൈസെപ്സ് ഇതാ കറൻ്റ് ചെയ്ത വർക്കൗട്ട് ഇന്നത്തെ. ഇനിയിപ്പോൾ കാർഡിയും കൂടി ചെയ്തിട്ട് നേരെ വീട്ടിൽ പോകും. അപ്പോൾ ഇന്നൊരു പ്ലാന് ഞാൻ എൻ്റെ പോസ്റ്റ് വർക്കൗട്ട് മീലും കൂടെ ചിക്കനും റൈസും എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. മേ ബി പ്രിപ്പറേഷൻ കൂടെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ റൂമിലെത്തി. ഇനിയിപ്പോൾ കുക്കിംഗ് ചെയ്യേണ്ട പ്ലാനാണ്. ഞാൻ വന്നപാട് ഒരു പ്രോട്ടീൻ ഷേക്ക് കുടിച്ച് ശേഷം റൈസും ചിക്കനും. അപ്പോൾ അത് ഉണ്ടാക്കേണ്ട പരിപാടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. റൈസ് മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ എയർ ഫ്രയറിലാണ് ചിക്കൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തൈര് യൂസ് ചെയ്യും. പിന്നെ വെജിറ്റബിളായിട്ട് ബീൻസും ക്യാരറ്റും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം 1 by 1 ആയിട്ട് എന്താ എൻ്റെ പരിപാടി എന്നുള്ള രീതി. ഇതിപ്പോൾ 350 ഗ്രാം ചിക്കൻ ഉണ്ട്. ഒരു 250 ഗ്രാം റൈസ് ഞാൻ സിംഗിൾ മീലിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പൂണ് മുളക് പൊടി, അത്രയുള്ള. പിന്നെ അതുപോലെ എല്ലാം തട്ടിക്കൂട്ടി സെറ്റപ്പാണ്. ബാച്ചിലർ ലൈഫ്. ഇത് ഒന്ന് ലോക്കൽ വാങ്ങിച്ച കബാബ് ഉണ്ടാക്കുന്ന തന്നെ ഒരു പൗഡറാണ്. അതും ഒരു സ്പൂണ്. ഓക്കെ, പിന്നെ എൻ്റെ കയ്യിൽ കുരുമുളകുണ്ട്. സോ അത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു കുരുമുളക്. പിന്നെന്താ മെയിൻ സാധനം ഉപ്പ്. കുറച്ച് ഉപ്പ്. ഇത് മതിയൊന്നും അറിയില്ല, പക്ഷെ ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാറ് അത്ര തന്നെ. പിന്നെ മഞ്ഞപ്പൊടി ഇല്ല, മഞ്ഞപ്പൊടി ഞാൻ വാങ്ങിയില്ല. മഞ്ഞപ്പൊടി അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാൻ തുടങ്ങണം. എല്ലാം കൂടെ തട്ടിക്കൂട്ടി സെറ്റപ്പിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ റൂം മാറിയതിന് ശേഷം ഒന്നും അത്ര പെർഫെക്റ്റ് ആയില്ല. സോ അതുകൊണ്ട് മാത്രം എനിക്കിത് മിക്സ് ചെയ്തിട്ട് ഞാൻ എയർ ഫ്രയറിലേക്ക് കയറ്റി. അത്രയും. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ചൂടാക്കിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നൈസായിട്ട് ഇതിൻ്റെ മുകളിൽ കയറ്റുക. ഇതിൽ കൊള്ളുന്നൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയ ചെറിയ നേരിയ പീസ്, അപ്പോൾ വേഗം ആയിക്കോളും. വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിലൊരു കുറച്ച് 190 200 20 മിനിറ്റ് വെച്ചാൽ സാധനം റെഡിയാവും. അപ്പോൾ അതൊന്ന് റെഡി ആവട്ടെ. നമുക്ക് അടുത്ത പരിപാടി ബീൻസും ക്യാരറ്റും ചെയ്യാനുണ്ട്. നമുക്കത് നോക്കാം. ഗൈസ്, അപ്പം ചിക്കൻ കൊണ്ടാവുന്നുണ്ട്. ഓൾമോസ്റ്റ് 5 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഓൾറെഡി ഞാൻ മറിച്ചിട്ടത്. ഇതിൽ ഞാനിനി കുറച്ച് ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്. ഞാൻ റെഗുലറായിട്ട് കഴിക്കുന്ന 2 വെജിറ്റബിൾസാണ്. സോ ഇത് ബോയിൽ ചെയ്യാനിടാം. ഒരു 10 മിനിറ്റ് മതിയായിരിക്കും. കുറച്ച് ഉപ്പ് മാത്രമേ അതിനകത്ത് യൂസ് ചെയ്യത്തുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചില സമയങ്ങളിൽ ഈ കുരുമുളകും യൂസ് ചെയ്യും. അല്ലാണ്ട് പ്രത്യേകിച്ച് മസാലയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഓയിലിട്ട് വറവോ അങ്ങനെയൊന്നുമില്ല. ഇതിന് നല്ല ടേസ്റ്റാണ്. പക്ഷേ ക്യാരറ്റും കൂടെ വരുമ്പോൾ പ്രത്യേകിച്ച് വേറെ ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ കറിയായിട്ട് യൂസ് ചെയ്യുന്നത് തൈരാണ്. നിങ്ങളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ കറിയായിട്ട് ഒരു 3 മാസമായിട്ട് കറിയൊന്നും യൂസ് ചെയ്യാറില്ല. കോമ്പറ്റീഷൻ ടൈമിൽ തൈരാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് ഉണ്ടാക്കാൻ ഈസി. അതുകൊണ്ട് ഞാൻ പല ടൈമിലും ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ തൈര് ഞാൻ വാങ്ങിച്ചിട്ട് തൈര് ഉണ്ടാക്കും. സെയിം ക്യാരറ്റും ബീൻസും ഉണ്ടാക്കും വറവായിട്ട്. പിന്നെ ചിക്കൻ ഇങ്ങനെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഉള്ളി വെച്ചിട്ട് വാട്ടിയിട്ടുള്ളൊരു ഫ്രൈ ടൈപ്പോ അല്ലെങ്കിൽ എന്താ പറയുക വറ്റിച്ചിട്ട് ഒരു കറി പോലെ ആക്കിയിട്ട് എടുക്കും. പക്ഷെ കറി ഉണ്ടാവില്ല. ആ ഫ്ലേവറിന് വേണ്ടി മാത്രം ഉള്ളിയും കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് മേക്ക് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും അപ്പുറം ഇപ്പുറം ചെന്ന് ആവുന്നുണ്ട്. ഞാനിത് കംപ്ലീറ്റ് ആയതിനു ശേഷം പ്ലേറ്റിൽ കാണിച്ചാൽ എങ്ങനെയുണ്ടാവും അറേഞ്ച്മെന്റ്സ്. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ ഇന്നത്തെ മീൽ വരുന്നത്. തൈരുണ്ട്, പിന്നെ റൈസ് ഉണ്ട്, എയർ ഫ്രൈഡ് ചിക്കൻ ഉണ്ട് ഒരു 350 ഗ്രാംസാണ്, പിന്നെ വെജിറ്റബിൾസ് ബീൻസും ക്യാരറ്റും. ഓക്കെ, ഇതാണ് ഇന്നത്തെ മീൽ വരുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറെ എന്തെങ്കിലും ആയിട്ട് കാണാം. വർക്കൗട്ടും പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ബൈ.